അപ്പോൾ എൻ്റെ പൊന്നു മച്ചാന്മാരെ 40 കിലോമീറ്റർ മൈലേജൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിരുന്ന പുതിയ സ്വിഫ്റ്റ് ഹൈബ്രിഡ് ടെക്നോളജി ഇല്ലാണ്ടാണ് ഇത്തവണ ഇന്ത്യയിൽ വരാൻ പോകുന്നത്. മെയ് 9 മുതൽ അവർ ഒഫീഷ്യലി ബുക്കിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അതിൽ സാധാരണ 1.2 ലിറ്റർ Z സീരീസ് എഞ്ചിനായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല 4 സിലിണ്ടർ എഞ്ചിൻ ഉണ്ടായിരുന്ന അവർ ഇത്തവണ 3 സിലിണ്ടർ എഞ്ചിനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പവർ ഫിഗേഴ്സിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നതെങ്കിലും ആ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ റിഫൈൻമെൻറ്റ് സ്പോർട്ട്നെസ് ഒക്കെ എന്തായാലും പോയിട്ടുണ്ടാവും. 4 സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളി സാധനം തന്നെയായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ 3 സിലിണ്ടർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി കാണാം. നല്ല രീതിയിൽ മൈലേജ് ഇതിന് കിട്ടുമെന്ന് പറയുന്നു, പക്ഷേ ഹൈബ്രിഡ് തരില്ല. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ജപ്പാൻ പോലുള്ള കൺട്രീസിലൊക്കെ ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഹൈബ്രിഡ് ടെക്നോളജി അവൈലബിൾ ആണ്, പക്ഷേ ഇന്ത്യക്കാർക്ക് മാത്രം ഹൈബ്രിഡ് ഇല്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്മൂത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിട്ടുള്ള CVT കിട്ടുമ്പോൾ ഇന്ത്യക്കാർക്ക് വെറും ലോക്കൽ AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമാണ് ഇത്തവണയും കിട്ടുള്ളൂ. സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും ഇതുവരെ ഒരു അപ്ഡേറ്റ്സും പറഞ്ഞിട്ടില്ല. എന്താവുന്നത്